അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമായ മുഹറം മാസത്തിലെ താസുആ എന്നറിയപ്പെടുന്ന മുഹറം 9 പവിത്രമായ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയപ്പോൾ അവിടെയുള്ള ജൂതന്മാരെല്ലാം നോമ്പെടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. സ്വഹാബികൾ ചോദിച്ചു, നിങ്ങളെന്താണ് ഇപ്പോൾ നോമ്പെടുക്കുന്നത്? സ്വഹാബികൾ ചോദിച്ച ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞത്, ഞങ്ങൾ നോമ്പെടുക്കുന്നത് ഫറോവയുടെ ക്രൂരമായ പീഡനത്തിൽ നിന്ന്, അക്രമത്തിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെട്ടതിൻ്റെ നന്ദി സൂചകമായിട്ടാണ്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ ജനങ്ങളോട് പറഞ്ഞു, എന്നാൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നിങ്ങളെക്കാൾ ഞങ്ങളാണ് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്. അതുകൊണ്ട് മുഹറം 10 നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താക്കുകയും ജൂതന്മാരോട് ഒരു വിരോധവും അവർ ചെയ്യുന്ന പ്രവൃത്തിയോട് ഒരു വിയോജിപ്പും വ്യത്യസ്തതയും ഉണ്ടാവാൻ വേണ്ടി ലൈൻ ബഖീതു ഇലാ ഖാബിൽ ലാസൂമന്ന താസ്യ, അടുത്ത വർഷം ഞാനുണ്ടാവുകയാണെങ്കിൽ 10 മാത്രമല്ല മുഹറം 9 നോമ്പെടുക്കാൻ ഞാൻ നോമ്പെടുക്കുമായിരുന്നു എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ഇസ്ലാമിക ലോകത്ത് വലിയ വലിയ സംഭവങ്ങൾ, ഫിർഔൻ്റെ നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെട്ടത് അടക്കം, അതുപോലെ തന്നെ ഫറോവയുടെ അക്രമത്തിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെട്ടതും, ലോകത്ത് ആദ്യമായി മഴ പെയ്തതും, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ജയിൽ മോചനം ലഭിച്ചതും, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കണ്ണിലെ കാഴ്ച തിരിച്ചു കിട്ടിയതും, ഇങ്ങനെ ലോകത്തെ എന്തെല്ലാം വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം വിശുദ്ധമായ മുഹറം മാസത്തിലാണ്. അതുകൊണ്ട് ആ മുഹറമിൻ്റെ ഏറ്റവും വലിയ പവിത്രത അള്ളാഹു അതിനെ ബഹുമാനിച്ചു എന്നതാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി, അള്ളാഹുവിൻ്റെ അടുത്ത് മാസങ്ങളുടെ എണ്ണം, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റൻ ഫീ കിതാബില്ല, അള്ളാഹുവിൻ്റെ കിതാബിൽ രേഖപ്പെട്ട് കിടക്കുന്നതും 12 മാസങ്ങൾ, ആ 12 മാസങ്ങളിൽ മിൻഹ അർബഅത്തുൻ ഹുറും, പവിത്രമായ 4 മാസങ്ങളാണ്. അതിൽ ദുൽഹിജ്ജയും അതുപോലെ തന്നെ റജബും ദുൽഖഅദും കഴിഞ്ഞാൽ പിന്നെ മുഹറമാണ്. ഒരു മാസത്തിൻ്റെ തുടക്കം അത് മുഹറം, അത് പവിത്രമാക്കപ്പെട്ട മാസങ്ങളുടെ ഗണത്തിൽപ്പെടുമ്പോൾ അതിൻ്റെ അവസാനത്തെ മാസം ദുൽഹിജ്ജ, അതും പവിത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ മാസത്തെ ആദരിക്കണം, ബഹുമാനിക്കണം. മുസ്ലിം ഉമ്മത്തിനെ വേദനയിലാഴ്ത്തിയ കർബല സംഭവം നടന്നത് അത് മുഹറം 10 അത് മുഹറം മാസത്തിലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടി അലിയാർ തങ്ങളുടെ പുത്രൻ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ഷഹീദായതും കൊല ചെയ്യപ്പെട്ടതും ഈ മുഹറമിൻ്റെ ഏറ്റവും വലിയ സങ്കടമാണ്. അതുകൊണ്ട് ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ധിക്കാരികൾക്കും അഹങ്കാരികൾക്കും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന മാസമാണ് മുഹറം. പീഡിപ്പിക്കപ്പെട്ടവരുടെ, ആക്രമിക്കപ്പെട്ടവരുടെ വിജയത്തിൻ്റെ സാക്ഷിയായ മാസമാണ് മുഹറം. അതുകൊണ്ട് ഒരുപാട് കാലത്തെ കഥകൾ മുഹറമിന് പറയാനുണ്ട്. ഈ മുഹറമിലെ ആശൂറ നോമ്പ് തുകഫിറു അസ്സനത്തൽ മാദിയ, കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാകുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥന നിരതരായി ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ, ഒരു ജീവിതത്തിൻ്റെ ആദ്യത്തെ
ഒരു ആയുസ്സിൻ്റെ ഒരു പുതുവർഷത്തിൽ പുതിയ തീരുമാനങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. നല്ല തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. നമ്മൾ തെറ്റി നിൽക്കുന്നവരുമായി അടുക്കാൻ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.